കർക്കടക വാവുബലിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ക്ഷേത്രം സന്ദർശിച്ച സ്ഥലം MLA രാജീവ് ചന്ദ്രശേഖർ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. തിരുവല്ലത്ത് ബലിതർപ്പണത്തിനായി 11 മണ്ഡപങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം ക്ഷേത്രത്തിൻ്റെ അകത്താണ്. ക്ഷേത്രത്തിനകത്ത് ബലിതർപ്പണത്തിന് സൗകര്യമുള്ള ഏക ക്ഷേത്രം എന്നുള്ള പ്രത്യേകത കൂടി തിരുവല്ലത്തിനുണ്ട്. വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ബലിതർപ്പണത്തിന് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ഈ ബലിതർപ്പണത്തിനുള്ള ടിക്കറ്റുകൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലൂടെയെല്ലാം തന്നെ ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. സ്ഥലം MLAയും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ക്ഷേത്രം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഈ ബലിതർപ്പണത്തിനുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. എല്ലാ വിഭാഗങ്ങളുമായും ആരോഗ്യം, അതോടൊപ്പം തന്നെ സുരക്ഷ, പോലീസ് ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുമായും ഈ ഒരു കൂടിയാലോചന നടത്തുകയും ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ആരംഭിക്കുകയും ഏതാണ്ട് പൂർത്തിയായും ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ 9 ബലിമണ്ഡപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണയകത്ത് 11 ബലിമണ്ഡപങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അധിക പുരോഹിതരെയും സഹപുരോഹിതരെയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാവുബലിക്ക് മുമ്പുള്ള എല്ലാ പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. ഇനി അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ പിറ്റേന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്രാവശ്യം നഗരസഭയുടെ നിർദ്ദേശമുണ്ട്. ആറ്റുകാൽ മോഡലിൽ അന്ന് തന്നെ വൃത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 45 തൊഴിലാളികളെ പുറത്തുനിന്ന് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. സാർ, നമുക്ക് 20 ബസ് പാപ്പരംകുടി നിന്നും 10 ബസ് സിറ്റിയിൽ നിന്നും അങ്ങനെ 30 ഇലക്ട്രിക് ബസ്സുകൾ നമുക്ക് തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ട അമ്പലത്തറ വഴി തിരുവല്ല ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാറേ നമുക്ക് 130 സ്പെഷ്യൽ സർവീസുകൾ വിധത്തിൽ നമ്മുടെ പാറശാല മുതൽ കൊല്ലം വരെയുള്ള എല്ലാ ഡിപ്പോകളിൽ നിന്നും നമുക്ക് സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് ഫാസ്റ്റിനും പുറമെ മറ്റൊന്ന് മാത്രമാണ് 130 സ്പെഷ്യൽ സർവീസും കൂടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 1 മണി മുതൽ സർവീസിൽ ആരംഭിക്കും. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ക്രമീകരിച്ചിട്ടുള്ള ബലി മണ്ഡപങ്ങളുണ്ട്. അവിടേക്ക് പോകാനായിട്ടൊരു താൽക്കാലിക നടപ്പാലം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ നടപ്പാലമാണിത്. അങ്ങോട്ടേക്ക് പോവാനും തിരിച്ചു വരാനായിട്ട് അങ്ങനെ 2 താൽക്കാലിക നടപ്പാലങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ തോതിൽ ആൾത്തിരക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നിർമ്മാണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മറ്റ് ആ ഭാഗത്തേക്കായിട്ട് നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ കമ്പി വേലികൾ കൊണ്ട് ഈ ആളുകൾക്ക് പോകാനുള്ള സ്ഥലവും വരാനുള്ള സ്ഥലവും എല്ലാം തന്നെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പുറത്ത് മണ്ഡപങ്ങളുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലിതർപ്പണത്തിന് മുമ്പായി മുങ്ങാനുള്ള കടവ് അത് ജലം ശുദ്ധീകരിച്ച് അവിടെ അത് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നേരത്തെ നടന്ന അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് കുളിക്കാനായിട്ടുള്ള ഷവറുകളും ഒക്കെ തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും മണ്ഡപത്തിൻ്റെ അവസാന ഘട്ട പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും അവസാനഘട്ട മിനുക്കുപണികൾ അത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളതെന്നുമാണ് നേരത്തെ നടന്ന അവലോകന യോഗത്തിലടക്കം ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തിരുവല്ലത്തു നിന്നും വൈശാഖിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.